നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് പ്രൈമറി മാർക്കറ്റാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഫങ്ഷൻസ് എടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അതിൽ ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് റിഡക്ഷൻ ഇൻ കോസ്റ്റ് ആണ്. അതായത് ഇവിടെ പറയുന്നത് ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രൈമറി മാർക്കറ്റിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു കമ്പനിയുടെ സെക്യൂരിറ്റി വാങ്ങണം എന്നുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റിയെ കുറിച്ചിട്ടുള്ള ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു പ്രോസ്പെക്ടസ് ഇൻവെസ്റ്റേഴ്സിന് കമ്പനി നൽകുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു നിക്ഷേപകന് ഒരു കമ്പനിയുടെ ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചർ എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഡിബഞ്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഷെയറിനെ കുറിച്ചോ അടങ്ങുന്ന വിവരങ്ങൾ അടങ്ങുന്ന എല്ലാവിധ വിവരങ്ങളും അടങ്ങുന്ന ഒരു പ്രോസ്പെക്ടസ് അഥവാ ലഘുലേഖ കമ്പനി നിക്ഷേപകന് നൽകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നിക്ഷേപകന് എന്തിൻ്റെ ആവശ്യം വരുന്നില്ല, ആ സെക്യൂരിറ്റിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവ് അങ്ങനെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അതാണ് റിഡക്ഷൻ ഇൻ കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇൻവെസ്റ്റിഗേറ്റീവ് സർവീസസ് ആണ്. ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഏജൻസികൾ അഥവാ ഒരുപാട് ബ്രോക്കേഴ്സ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അടങ്ങുന്ന ഒരു സിസ്റ്റമാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഇപ്പോൾ മർച്ചൻ്റ് ബാങ്കേഴ്സ് അതേപോലെയുള്ള മറ്റ് ഏജൻസികൾ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള സർവീസസ് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി അത് ഇൻവെസ്റ്റിഗേറ്റീവ് സർവീസസിൽ എന്തൊക്കെ സേവനങ്ങളാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് സാങ്കേതികപരമായിട്ടുള്ള വിശകലനം, ധനപരമായിട്ടുള്ള വിശകലനം, എക്കണോമിക് ആയിട്ടുള്ള അനാലിസിസ് സാമ്പത്തിക വിശകലനം, അതേപോലെ ലീഗലായിട്ടുള്ള ഫാക്ടേഴ്സ് വിവരങ്ങൾ, അതേപോലെ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള എൻവിയോൺമെൻറ്റുമായിട്ട് അതിൻ്റെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും ഈ മർച്ചൻ്റ് ബാങ്കേഴ്സ് അതേപോലുള്ള മറ്റ് ഏജൻസികൾ ഇൻവെസ്റ്റർക്ക് വിവരങ്ങൾ അല്ലെങ്കിൽ വേണ്ട ഇൻഫർമേഷൻസ് നൽകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഷെയറാണ് ഒരു ഇൻവെസ്റ്റർ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊജക്റ്റ്. അപ്പോൾ ആ കമ്പനിയുടെ എല്ലാവിധ കാര്യങ്ങളെക്കുറിച്ചും സാങ്കേതികം, അതേപോലെ സാമ്പത്തികം, ധനപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാ വിവരങ്ങളെക്കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഈ മർച്ചൻ്റ് ബാങ്കേഴ്സ് അതേപോലുള്ള ഏജൻസികൾ നൽകുന്നു എന്നാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സർവീസസിലൂടെ പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ദ ട്രാൻസ്ഫർ ഫങ്ഷൻ എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് സേവേഴ്സിൻ്റെ കയ്യിൽ നിന്നും കമ്പനിക്ക് വേണ്ടിയിട്ട് ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ കമ്പനിക്ക് പണം ആവശ്യമായി വരുന്നത് എന്തിനൊക്കെയാണ്, ഒന്നുകിൽ കമ്പനി പുതിയതായിട്ട് സ്ഥാപിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിലവിലുള്ളതിനെ മെച്ചപ്പെടുത്തുന്ന സമയത്ത്, അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് ക്യാപിറ്റൽ പണം ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ പ്രൈമറി മാർക്കറ്റ് എന്തിനു സഹായിക്കുന്നുണ്ട്, ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ്, അതായത് വിഭവങ്ങളുടെ ട്രാൻസ്ഫറിന് സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആരുടെ കയ്യിൽ നിന്നും ആരിലേക്കാണ് ഈ വിഭവങ്ങളൊക്കെ ട്രാൻസ്ഫർ ആയി പോകുന്നത്, നിക്ഷേപകൻ്റെ കയ്യിൽ നിന്നും സേവേഴ്സ് സമ്പാദ്യം കൈവശം വെച്ചിരിക്കുന്ന വ്യക്തികളിൽ നിന്നും എൻ്റർപ്രണേഴ്സ് അതായത് സംരംഭകർ അഥവാ ബിസിനസ്മാൻ. അപ്പോൾ സമ്പാദ്യം കയ്യിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അഥവാ നിക്ഷേപകൻ്റെ കയ്യിൽ നിന്നും സംരംഭകൻ്റെ കയ്യിലേക്ക് അവിടെ ഒരു റിസോഴ്സസിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൈമറി മാർക്കറ്റ് നൽകുന്ന മറ്റൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ദ ട്രാൻസ്ഫർ ഫങ്ഷൻ എന്നാണ് പറയുന്നത്. റിസോഴ്സസിൻ്റെ ട്രാൻസാക്ഷനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അത് റിസോഴ്സസ് എങ്ങനെയാണ് സേവേഴ്സിൻ്റെ കയ്യിൽ നിന്നും എൻ്റർപ്രണേഴ്സിൻ്റെ കയ്യിലേക്ക് എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ ഒഴുകുന്നു. അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത്
അഡ്വൈസറി സർവീസസ് ആണ്. ഈ അഡ്വൈസറി സർവീസസിൽ പ്രധാനമായിട്ടും വരുന്നത് ഈ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് അഡ്വൈസറി ഉപദേശപരമായിട്ടുള്ള സേവനങ്ങൾ ഈ പ്രൈമറി മാർക്കറ്റ് നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമിനിങ് ദ ടൈപ്പ്, അതായത് ഇപ്പോൾ ഷെയറോ ഡിബഞ്ചറോ ബോൺസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതാണ് തീരുമാനിക്കേണ്ടത്, അതാണ് ഈ ഡിറ്റർമിനിങ് ടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഡിറ്റർമിനിങ് ടൈപ്പ്, അതേപോലെ ദ പ്രൈസ്, അതിൻ്റെ പ്രൈസ്, അതേപോലെ ടൈമിങ്, അതിൻ്റെ സമയക്രമങ്ങൾ, അതേപോലെ സൈസ് ആൻഡ് ദ സെല്ലിംഗ് സ്ട്രാറ്റജീസ്. അപ്പോൾ അതായത് വിപണന തന്ത്രങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒരു സാധനം, ഒരു ഷെയറോ ഡിബഞ്ചറോ ബോൺസോ വാങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സെല്ല് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ആര് നൽകുന്നുണ്ട്? പ്രൈമറി മാർക്കറ്റ് നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൈമറി മാർക്കറ്റിൻ്റെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഫങ്ഷനായിട്ട് നമ്മൾ പറഞ്ഞത് ആക്സിലറേറ്റ് ദ പ്രോസസ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ, രണ്ടാമത്തെ എൻഷ്യൂർ ലിക്വിഡിറ്റി ഇൻ ദ സിസ്റ്റം, 3 പ്രൊവൈഡ് മാർക്കറ്റ് ഗ്യാരണ്ടി ത്രൂ അണ്ടർ റൈറ്റിംഗ്, അതേപോലെ ഡൈവേഴ്സിഫിക്കേഷൻ, ഇൻവെസ്റ്റിഗേറ്റീവ് സർവീസസ്, റിഡക്ഷൻ ഇൻ കോസ്റ്റ്, ദ ട്രാൻസ്ഫർ ഫങ്ഷൻ, അഡ്വൈസറി സർവീസസ്. അപ്പോൾ ഇങ്ങനെ ഒരു 8 ഫങ്ഷൻസാണ് പ്രൈമറി മാർക്കറ്റിൻ്റെ റോളായിട്ടും അതേപോലെ ഫങ്ഷൻസ് ആയിട്ടും വരുന്നത്. ഇത് കൂടാതെ കുറച്ച് സർവീസസ് ഫങ്ഷൻ കൂടി പ്രൈമറി മാർക്കറ്റ് നിർവഹിക്കുന്നുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇതെല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.